ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നമുക്കറിയാം അത് ഖനനം എത്രത്തോളം ആഘാതമുണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ച്. കാരണം ആ ചളി മാറ്റുന്നതോടെ ഈ ചാകരയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാകുന്ന, ഇല്ലെങ്കിൽ അന്നം മുട്ടുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം, ഒപ്പം തന്നെ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ കൂടി ശബ്ദമുയരുന്ന സാഹചര്യമുണ്ട്. എന്താണ് ആലപ്പുഴയിലെ തീരദേശങ്ങളിൽ സംഭവിക്കുന്നത്? ഹർത്താൽ എങ്ങനെ നടക്കുന്നു? തന്നെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആലപ്പുഴ തീരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടയാഘാതമാണ് ഈ കടൽമണൽ ഖനന പ്രഖ്യാപനം കൂടി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. കാരണം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നീണ്ട തോതിലുള്ള സമരം നടന്നിട്ടുള്ളതും ഇപ്പോഴും തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ച് സമരം നടക്കുന്നതുമായ ഒരു തീരദേശമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. ഇരുമുന്നണിയിലും പെട്ട രാഷ്ട്രീയ കക്ഷികൾ, തൊഴിലാളി സംഘടനകൾ, സമുദായ സംഘടനകൾ, അതോടൊപ്പം തന്നെ ധീവരസഭ പോലെയുള്ള മറ്റ് ഇതര സംഘടനകളൊക്കെ തന്നെയും വലിയ പിന്തുണ നൽകിക്കൊണ്ട് നടക്കുന്ന തീരദേശ ഹർത്താലിന് ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണ വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ചെറുവള്ളങ്ങൾ പോലും കടലിൽ പോയിട്ടില്ല. മത്സ്യബന്ധനത്തിന് പൂർണ്ണ തോതിൽ കടൽ തീരങ്ങളൊക്കെ തന്നെയും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ. ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, ഹാർബറുകളൊക്കെ നിലച്ച ഒരവസ്ഥയാണ് ഉള്ളത്. 10 മണിക്ക് ശേഷം വിവിധ സ്ഥലങ്ങളിൽ 13 സ്ഥലങ്ങളിൽ ആലപ്പുഴയുടെ തീരപ്രദേശത്ത്, അരൂര് മുതൽ വലിയഴീക്കൽ വരെയുള്ള തീരപ്രദേശത്ത് പ്രതിഷേധ പരിപാടി നടക്കുന്നു. വൈകുന്നേരം തോട്ടപ്പള്ളിയിൽ പ്രത്യേക പ്രതിഷേധ പരിപാടി, ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ പേരിൽ സമരം നടക്കുന്നു. അങ്ങനെ 14 സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കനത്ത പ്രതിഷേധമാണ് ആലപ്പുഴയിൽ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തീരദേശ ജില്ല എന്ന അർത്ഥത്തിൽ ആലപ്പുഴ വലിയ പിന്തുണയാണ് ഈ തീരദേശ ഹർത്താലിന് നൽകിയിട്ടുള്ളത്. INTUCയുടെയും CITUവിന്റെയും AITUCയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രത്യേകം സമരപരിപാടികൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഹർത്താലിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഹർത്താൽ പരിപൂർണ വിജയം എന്ന് പറയാവുന്ന തരത്തിലാണ് പുരോഗമിക്കുന്നത്. ധന്യ. ശരി.